കിട്ടിയ അടിയേക്കാൾ വേദനയായിരുന്നു കേട്ടോ പെരവാസൽ വീട്ടിലേക്ക് വൈകുന്നേരം പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെങ്കിലും എനിക്ക് നമ്മുടെ ആ ഒരു പ്രായത്തിൻ്റെ തിളപ്പിൽ അതൊക്കെ കേൾക്കുമ്പോൾ നല്ല ദേഷ്യമല്ലേ ആവത്തുള്ളൂ. പെട്ടെന്ന് തന്നെ എൻ്റെ ഉള്ളിൽ നാഗവലി ഉണർന്നു. ഞാൻ പോകും, എനിക്ക് പോയേ പറ്റത്തുള്ളൂ. എന്താ ഞാൻ പോയി കഴിഞ്ഞാൽ അവൻ എൻ്റെ ഫ്രണ്ടല്ലേ, ഞാൻ പോയില്ലെങ്കിൽ എന്ത് വിചാരിക്കും ഒക്കെ പറഞ്ഞ് വീട്ടിൽ കിടന്ന് അടിയായി. അന്ന് എന്നോട് പോകാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോഴേക്കുള്ള എൻ്റെ മാനസികാവസ്ഥയുണ്ടല്ലോ ഇപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. തല്ല് കിട്ടിയതിനേലും വേദനയായിരുന്നു. ഇനി അപ്പൂസിന് ഇന്നും നാളെയും ഒന്നും വിടത്തില്ല എന്ന് എനിക്ക് ഉറപ്പായി. അപ്പോൾ കാണാൻ പറ്റത്തില്ലല്ലോ, ഇനി എന്ന് കാണും? കാരണം നമ്മുടെ സ്കൂൾ ടൈമും ട്യൂഷൻ ടൈമും ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ തന്നെ ഫ്രണ്ട് ഉണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത്, എൻ്റെ അപ്പൂസിൻ്റെയൊക്കെ. അവൻ ഇത് കണ്ടു പോകുന്നുണ്ട് ഞാൻ കരയുന്നത്. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, നീ വരുന്നില്ലേ എന്ന്. അവനാണോ അതാ വീട്ടിൽ വർഷം വന്നിട്ടാണോ ചോദിച്ചെന്നറിയില്ല, വരുന്നില്ലേന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ലടി എന്നെ വിടുന്നില്ല. എനിക്ക് നന്നായിട്ട് ഓർമ്മ കിട്ടുന്നില്ലല്ലോ, ആരോടോ ഒരാളോട് ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടുന്നു, അപ്പൂസിന് ഈ ന്യൂസ് അവിടെ കിട്ടുന്നു, ഇതെനിക്ക് ഓർമ്മയുണ്ട്.